ഒറ്റയ്ക്കിരിക്കുന്നത്? ഓ, തലവേദനയായിരുന്നേ. അന്നേരം ക്ലാസ്സിൽ ഭയങ്കര ശബ്ദമായിരുന്നുകൊണ്ട് ഇവിടെ വന്നിരുന്നേ ഉള്ളൂ. രാവിലെ ഫുഡ് വല്ലതും കഴിച്ചായിരുന്നു? ഒന്നും കഴിച്ചില്ല, വിശക്കുന്നുണ്ട്. എന്നാലും പുറത്തൊക്കെ മഴയല്ലേ, പുറത്ത് പോയി കഴിക്കാനൊരു പാട്. എന്നാൽ നമുക്ക് ഓർഡർ ചെയ്താലോ? നമുക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താലോ? നീ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ സ്വിഗ്ഗിയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്? ഞാൻ ഒട്ടുമിക്കവാറും സ്വിഗ്ഗി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടെ മറ്റുള്ളത്തിൽ നിന്നും ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതായിരിക്കും. ഞാൻ സ്വിഗ്ഗി യൂസ് ചെയ്തിട്ടില്ല, അപ്പം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? കുഴപ്പമില്ല, സാധാരണ മറ്റ് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്സ് യൂസ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എളുപ്പമാണ്, എങ്കിലും കുറച്ച് പോരായ്മകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്താൽ ഈ ഇന്ന സമയത്തിനുള്ളിൽ സാധനം വരും എന്നുള്ള രീതിക്കാണ്. പിന്നീട് മറ്റൊരു ദിവസത്തേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിച്ചാൽ സാധനം ചിലപ്പോൾ വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോരായ്മകളുണ്ട്. ഇതുപോലുള്ള പോരായ്മകൾ ഓവർകം ചെയ്യാൻ വേണ്ടി മോഡിഫൈ ചെയ്ത സ്വിഗ്ഗി വെബ്സൈറ്റാണിത്. ഇതിൽ മെയിനായിട്ട് കൊണ്ടുവന്ന ചേഞ്ചസ് ആണ് എക്കോ ഫ്രണ്ട്ലി പാക്കിംഗ്, പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് കാർഡ്സ് വിത്ത് ഫുഡ്, സ്പ്ലിറ്റ് ബിൽ. മറ്റൊന്നാണ് ഷെഡ്യൂൾ ഫോർ ലേറ്റർ. ഇതിൽ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ ഓർഡർ പിന്നീട് ഒരു ദിവസത്തേക്കാണെങ്കിലും ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് ഹെൽപ്പ് മെനുവിലാണ്. ഇതിൽ കോൾ ഡെലിവറി പേഴ്സണും AI ചാറ്റ് ബോട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. യൂസറിന് ഏതൊരു ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ ഇത് എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് യൂസേഴ്സിന് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.